നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രാദേശിക പത്രപ്രവർത്തനം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. ഗാന്ധി പാർക്കിൽ കെ രാഘവ് പൊതുവാൾ സ്മാരക സംസ്ഥാനതല പത്രപ്രവർത്തക അവാർഡ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൈച്ച ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് രോഷാകുലരായ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. പഴയങ്ങാടി പുല്ലാഞ്ഞിടിയിൽ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. പി വി സുകുമാരന്റെ വീടാണ് അടുത്ത വീടിന്റെ മതിലിടിഞ്ഞു വീണ് തകർന്നത്. കോത്തായിമുക്ക് ചെറുപുഴ റോഡ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു. ബിജെപിയുടെ വിവിധ കമ്മിറ്റികളും നേതാക്കളും നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതെന്ന് ഇ പി ജയരാജൻ MLA. വാർത്തകൾ വിശദമായി. പ്രാദേശിക പത്രപ്രവർത്തനം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. നമ്മളിലേക്ക് മടങ്ങാനാണ് മലയാളികൾ ഇന്ന് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കെ രാഘവ് പൊതുവാൾ സ്മാരക സംസ്ഥാനതല പത്രപ്രവർത്തക അവാർഡ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക പത്രപ്രവർത്തനം തിരിച്ചുവരവിന്റെ പാതയിലാണ്. സ്വന്തം നാട്ടുകാർക്കിടയിൽ ജീവിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നതിനാലാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തനം കൂടുതൽ സജീവമാകുന്നത്. നമ്മൾ പ്രാദേശികതയിലേക്ക് മടങ്ങുന്നതിന്റെ തെളിവ് കൂടിയാണിതെന്നും പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അറിയാൻ സാധിക്കും. അങ്ങനെ പ്രാദേശിക പത്രപ്രവർത്തകർ എപ്പോഴും ജനങ്ങളുമായി ഇടപഴകി അവരുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള പത്രപ്രവർത്തകരുടെ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം നമ്മൾ പ്രാദേശികതയിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഭാഷ കൊണ്ടും ചിന്ത കൊണ്ടും എല്ലാം തന്നെ നമ്മളിലേക്ക് നമ്മൾ മടങ്ങുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മളൊരു വൈരുദ്ധ്യം മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് ലോകത്തിന്റെ അതിർത്തികൾ അവസാനമില്ലാത്തവണ്ണം വിസ്തൃതമാവുകയാണ്. എങ്കിലും മറുവശത്ത് ഭാഷ കൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ നമ്മളിലേക്ക് മടങ്ങുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വേണം നാം ലോകത്തെ നോക്കിക്കാണേണ്ടത്. ഇന്ന് മലയാള സമൂഹം അത്തരം പാതയിലാണ്. ഇത് ഒരു ആശാവഹമായ സൂചനയാണ്. മുൻകാലത്ത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്നവനാണ് മഹത് വ്യക്തി. എന്നാൽ ഇന്ന് തന്റെ പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് മഹാന്മാരാകുന്നതെന്നും എം മുകുന്ദൻ കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അയാൾക്ക് ലഭിക്കുന്ന എല്ലാ വേദികളിലും അദ്ദേഹം ഏർപ്പെടാറുണ്ട്. ആ നിലക്കെല്ലാമുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ സമൂഹത്തിന്റെ ആദരവ് പിടിച്ചു പറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരവും കുടുംബപരവും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവാർഡ് ജേതാവ് കരിവള്ളൂർ മാതൃഭൂമി ലേഖകൻ AV ഗിരീശന് എം മുകുന്ദൻ പുരസ്കാരം വിതരണം ചെയ്തു. ചടങ്ങിൽ സുരേഷ് അന്നൂർ വരച്ച കെ രാഘവ് പൊതുവാളുടെ ഡോട്ട് കാരിക്കേച്ചറിന്റെ സമർപ്പണവും നടന്നു. സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് VM ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷനായി. മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ദിനകരൻ കൊമ്പിലാത്ത്, പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് M രാമകൃഷ്ണൻ, പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് KV രാമചന്ദ്രൻ മാസ്റ്റർ, ബാപ്പുജി ട്രസ്റ്റ് മെമ്മോറിയൽ പ്രസിഡന്റ് P കമ്മാര പൊതുവാൾ, അഡ്വക്കേറ്റ് CV രാമകൃഷ്ണൻ, രാമകൃഷ്ണൻ കണ്ണോം, U രാജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുരസ്കാര സമിതി അംഗം ശിവൻ തെറ്റത്ത് സ്വാഗതവും AKP നാരായണൻ നന്ദിയും പറഞ്ഞു. മൈച്ച ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. തിങ്കളാഴ്ച വൈകുന്നേരം പെയിന്റുമായി പോവുകയായിരുന്ന ലോറി മൈച്ച താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് രോഷാകുലരായ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു.
വൈകുന്നേരം 4 മണിയോടെയാണ് അപകടം നടന്നത്. മംഗലാപുരത്ത് നിന്നും പെയിന്റുമായി കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മയിച്ച താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഡ്രൈവറെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴക്കാലം തുടങ്ങിയതിനു ശേഷം 25ാമത്തെ അപകടമാണ് മഴിച്ചയിൽ അരങ്ങേറുന്നത്. അപകടം തുടർക്കഥയായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാതയിൽ പ്രദേശത്ത് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ അപകടത്തിന് മാത്രം എന്നിട്ടും കുറവ് വന്നില്ല. റിഫ്ലക്ടറുകൾ സ്ഥാപിച്ച ശേഷം 3ാമത്തെ അപകടമാണ് തിങ്കളാഴ്ച നടന്നത്. രോഷാകുലരായ നാട്ടുകാർ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിച്ചു. ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും സ്തംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി പുല്ലാഞ്ഞിടയിൽ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. PV സുകുമാരന്റെ വീടാണ് അടുത്ത വീടിന്റെ മതിലിടിഞ്ഞു വീണ് തകർന്നത്. സംഭവം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ഉഗ്രശബ്ദത്തോടെയാണ് മഴയോടൊപ്പം മതിൽ തകർന്നു വീണത്. മതിലിടിഞ്ഞ് വീടിന്റെ ഒരു ഭാഗവും കിണറും തകർന്നിട്ടുണ്ട്. വീടിന്റെ ഒരു വശത്തെ ചുമർ പൂർണ്ണമായും തകർന്നു. സുകുമാരനും ഭാര്യയും അമ്മയും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു. വീടെല്ലാം ഉള്ള 2-3 റൂം ഇടിഞ്ഞിട്ടുണ്ട്. കിണറും പോയിട്ടുണ്ട്. മതിലടക്കം എല്ലാം ഇടിഞ്ഞേക്ക് നമ്മൾ കിണറ്റിലല്ലേ ഭയങ്കര ഒച്ചയുണ്ടായിന്. വീഴുമ്പോൾ ഭയങ്കര മഴയും. തകർന്ന വീട്ടിൽ ഭീതിയോടെയാണ് ഇപ്പോൾ സുകുമാരനും കുടുംബവും താമസിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടവും കണക്കാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോത്തായിമുക്ക് ചെറുപുഴ റോഡ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു. BJPയുടെ വിവിധ കമ്മിറ്റികളും നേതാക്കളായ CK പത്മനാഭനും K സുരേന്ദ്രനും നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. കേരളത്തിലെ ഏറ്റവും മോശം റോഡ് ഏതെന്ന് ചോദിച്ചാൽ ചെറുപുഴ പയ്യന്നൂർ റോഡാണെന്ന് ഏതൊരു മലയോരത്തുകാരനും പറയും. അതിൽ അതിശയോക്തിയോ അത്ഭുതമോ കാണുന്നില്ല. ഈ റൂട്ടിലോടുന്ന വാഹനങ്ങൾ എത്രയാണെന്ന് തിട്ടപ്പെടുത്താനും കഴിയില്ല. മലയോര മേഖലയിലേക്കുള്ള ഏക ഗതാഗത മാർഗവും ഈ റോഡിലൂടെയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ രാഷ്ട്രീയ ഗൂഢലക്ഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചപ്പോൾ നഷ്ടമായത് മലയോരത്തുകാരുടെ നട്ടെല്ലാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മലയോരത്തുകാരിൽ ഭൂരിഭാഗവും വലതുപക്ഷക്കാരാണെന്ന ചിന്താഗതിയും വലതുപക്ഷം ഭരിക്കുമ്പോൾ സ്ഥിരമായി വരുന്ന MLA-മാർ ഇടതുപക്ഷക്കാരാണെന്നുള്ള ചിന്താഗതിയും ഈ റോഡിനെ ഈ അവസ്ഥയിലാക്കി. ഇതിനൊരു പരിഹാരം എന്നോണമാണത്രേ BJP രംഗത്തെത്തിയത്. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയും ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്ത് കമ്മിറ്റിയും നേതാക്കൾക്ക് കൊടുത്ത നിവേദനത്തിന്റെ ഫലമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡ് ഏറ്റെടുക്കുകയും ചെയ്തു. 40 കോടി രൂപ എസ്റ്റിമേറ്റിൽ ചെറുപുഴ മുതൽ കോത്തായിമുക്ക് വരെയുള്ള 35 കിലോമീറ്റർ ദൂരം നന്നാക്കാനാണത്രേ തീരുമാനം. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ച 16 റോഡുകളിൽ 4ാമതായാണത്രേ ഇത് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിനായി ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് BJP നേതാക്കൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഹൈടെക് ATM മോഷ്ടാവ് നെറ്റ്വർക്ക് എഞ്ചിനീയറുമായ വിനോദ് ജെറോസ്വിനെ തെളിവെടുപ്പിനായി കവർച്ച നടന്ന എടച്ചക്കൈ ഗ്രാമീൺ ബാങ്കിലെത്തിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് വിനോദിനെ തെളിവെടുപ്പിനായി എടച്ചക്കയിൽ എത്തിച്ചത്. 2015 ഫെബ്രുവരി 16-നാണ് എടച്ചാക്കൈ ഗ്രാമീൺ ബാങ്ക് പരിസരത്തുള്ള ബാങ്കിന്റെ ATM-ൽ നിന്നും ATM ഇൻസ്റ്റാൾ ചെയ്ത നെറ്റ്വർക്ക് എഞ്ചിനീയർ വിനോദ് സംസ്ഥാനത്തെ വിവിധ ATM-കളിൽ നിന്നും പണാപഹരണം നടത്തിയതിന്റെ പേരിൽ നിരവധി ബാങ്ക് ജീവനക്കാർ പണിഷ്മെന്റ് നേരിടുന്ന അവസരത്തിലാണ് ATM സ്ഥാപിച്ച് പാസ്വേഡും പ്രവർത്തന രീതിയും പഠിപ്പിക്കുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയർ തന്നെ പിടിക്കപ്പെടുന്നത്. കാസർഗോഡ് ബദിയെടുക്ക ബാങ്ക് കവർച്ചയുമായി പോലീസ് അറസ്റ്റ് ചെയ്ത് ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയാണ് എടച്ചാക്കയിൽ കൊണ്ടുവന്നത്. ചന്ദേര അഡീഷണൽ SI TP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിനോദിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. അത് 16/2/2015 തീയതി ഈ ATM-ന് തകരാറായെന്ന് പറഞ്ഞിട്ട് ഇവൻ ഡീപോൾട്ട് കമ്പനിയുടെ സർവീസ് എഞ്ചിനീയറായ വിനോദ് ഇവിടെ വരികയും പക്ഷെ അന്ന് അദ്ദേഹത്തിന് ശരിയാക്കാൻ പറ്റിയില്ല. പിന്നെ എന്തോ അതിൻ്റെ വിൻഡോസ് മാറ്റണം എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ CD ഇല്ലാത്തതുകൊണ്ട് അവൻ പിന്നീട് ഒരു ദിവസം വരാൻ പറഞ്ഞു. 4/3/2015 ഇവിടെ വന്ന് ഇതിൻ്റെ സർവീസെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പോയി. ആ പോകുന്ന സമയത്ത് ഇയാൾക്ക് എല്ലാ പാസ്വേഡും ഇയാളുടെ കൈമേലുണ്ട്. ഇയാളാണ് ഈ എല്ലാ ബാങ്ക് ജീവനക്കാരെയും പാസ്വേഡ് പഠിപ്പിക്കല്. അത് എളുപ്പം കിട്ടാൻ വേണ്ടി 11/1 11/5 അങ്ങനെയുള്ള പഠിപ്പിക്കൽ എളുപ്പത്തിൽ അതൊക്കെ അവൻ്റെ മെമ്മറിയിലുണ്ട്. അങ്ങനെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇവൻ അതിൽ അന്നത്തെ 50,000 എടുത്തു എന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ കുറ്റസമ്മത മൊഴിയിൽ അവൻ അങ്ങനെ പറഞ്ഞത്. കണ്ണൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള ATM കൗണ്ടറുകളുടെ സർവീസ് ചുമതലയുള്ള കമ്പനി എഞ്ചിനീയറാണ് 25-കാരനായ മോഷ്ടാവ് വിനോദ് ജെറോസ്വി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതെന്ന് EP ജയരാജൻ MLA.
ടൂറിസം സാധ്യതയുള്ള നിരവധി പ്രദേശങ്ങൾ സൈനിക കേന്ദ്രങ്ങളും മറ്റുമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ജലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വളരെ ടൂറിസം വളർന്നു വരാൻ സാധ്യതയുള്ള പലതും നമ്മൾ പട്ടാള ക്യാമ്പായി മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ച് സാധ്യതകളുടെ രംഗത്ത് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ദീർഘവീക്ഷണത്തോടുകൂടി നാടിന്റെ ഭാവിയെ കൂടി കണ്ടുകൊണ്ടും ജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടും ഈ പ്രകൃതിയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ടൂറിസം രംഗത്ത് വൻ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം. എന്നാൽ ഇവയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കാവുന്നില്ല. പ്രകൃതി രമണീയമായ പഴയങ്ങാടി പുഴയുടെ തീരത്ത് ടൂറിസം പദ്ധതി നടപ്പാക്കൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സർക്കാരും മുന്നോട്ട് വരണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വി വിനോദ് അധ്യക്ഷനായി. കളക്ടർ പി ബാലകിരൺ, ടി വി രാജേഷ് MLA, സിനിമാ താരം വിനീത് കുമാർ, ടി വി കുഞ്ഞിരാമൻ, പി എം വേണുഗോപാലൻ, POP മുഹമ്മദ് അലി, സജി വർഗീസ്, കെ പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ, കെ രഞ്ജിത്ത്, OK രതീഷ്, ഇബ്രാഹിം വെങ്ങര, PP ദാമോദരൻ, കെ പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച വള്ളംകളി മത്സരത്തിൽ AKG പൊടോത്തുരുത്തി വിജയികളായി. ആവേശം നിറഞ്ഞ വള്ളംകളി കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. സംസ്കൃതി മാടായി പഴയങ്ങാടിപ്പുഴയിൽ ഒരുക്കിയ ഉത്തരമേഖലാ ജലോത്സവത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങളാണ് പഴയങ്ങാടിപ്പുഴയുടെ ഇരുവശങ്ങളിലും തമ്പടിച്ചത്. 25 പേർ വീതവും 15 പേർ വീതവും തുഴയുന്ന മത്സരങ്ങളാണ് അരങ്ങേറിയത്. 2 വിഭാഗത്തിലും AKG പൊടോത്തുരുത്തി 1-ാം സ്ഥാനം കരസ്ഥമാക്കി. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിംഗിലൂടെയാണ് ജേതാക്കളെ കണ്ടെത്തിയത്. പേർ വീതം തുഴയും മത്സരത്തിൽ AKG മയിച്ച 2-ാം സ്ഥാനവും 15 പേർ തുഴയും മത്സരത്തിൽ ന്യൂ ബ്രദേഴ്സ് മയിച്ച റണ്ണേഴ്സപ്പുമായി. സമാപന സമ്മേളനത്തിൽ ടി വി രാജേഷ് MLA ഉപഹാരം നൽകി. OV നാരായണൻ അധ്യക്ഷനായി. P ജനാർദ്ദനൻ, PP ദാമോദരൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, AV ഷൈൻ, U രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാപിക്കുവാനുള്ള AKG പ്രതിമ ഘോഷയാത്രയായി കാനായിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പട്ടം പൊറ്റക്കുഴി ജംഗ്ഷനിലെ AKG പാർക്കിൽ സ്ഥാപിക്കുന്നതിനാണ് AKGയുടെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ചത്. ഘോഷയാത്രയുടെ ഉദ്ഘാടനം ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടുപരിസരത്ത് നടന്നു. കേരളത്തിൽ AKGയുടെ നിരവധി ശില്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ ഏതെങ്കിലും ഒരു ചിത്രത്തെ ആസ്പദമാക്കിയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി പല ചിത്രങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച് AKGയുടെ രൂപത്തോട് നീതി പുലർത്തുന്ന ഏറ്റവും മികച്ച ശില്പമാണ് ഉണ്ണി കാനായിയുടെ കരവിരുതിൽ രൂപം കൊണ്ടത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ P കരുണാകരൻ MP അഭിപ്രായപ്പെട്ടു. പ്രതിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ നമ്മൾ പല നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ലൈലയും ഇതേപോലെ തന്നെ വന്നിരുന്നു. അന്ന് പ്രതിമ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല. കാരണം ഒട്ടേറെ ഫോട്ടോകൾ, ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അതിൽ നിന്നൊക്കെ സ്വാംശീകരിച്ച് AKGയുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ അർത്ഥത്തിൽ AKGയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് ഉണ്ണി നടത്തിയിട്ടുള്ളത്. ഇന്ന് ശില്പങ്ങൾ ആക്രമിക്കപ്പെടുന്ന കാലമാണ്. മഹത് വ്യക്തികൾ സമൂഹത്തിന് നൽകിയ സന്ദേശം കൂടി തകർക്കുകയെന്നതാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ. അതുപോലെ AKG രൂപം കൊടുത്ത തൊഴിലാളി പ്രസ്ഥാനത്തെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണിത്. ഈ സന്ദർഭത്തിലാണ് AKGയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിന്റെ സമരങ്ങൾ ഓർമ്മപ്പെടുത്താനുമായി ശില്പം നിർമ്മിച്ചതെന്ന് ചടങ്ങിലെ മുഖ്യാതിഥിയായ ജില്ലാ സെക്രട്ടറി P ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഇന്നിപ്പോ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ സങ്കുച വികാരം കുത്തിയിളക്കാനും അന്യോന്യം മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും ശത്രുക്കളാക്കാനും വേണ്ടിയാണ് ഇന്ന് നാനാതരത്തിലുള്ള വർഗീയ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പകരം ഒരു നൂറ്റാണ്ട് പിറകിലേക്ക് സമൂഹത്തെ പിടിച്ചു വലിക്കാൻ അത്തരം ചിത്രശക്തികൾ പ്രതിമകളെ പോലും കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടം. അവർ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങളെ പോലും തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമം. AKG വളർത്തിയെടുത്ത തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയത്തെ തകർത്താനുള്ള പരിശ്രമം.
ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മഹാനായിട്ടുള്ള AKGയെ ഓർമ്മിപ്പിക്കാൻ AKGയുടെ പ്രവർത്തനങ്ങൾ, AKGയുടെ സമരങ്ങൾ, AKG വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്ന നിലക്കുള്ള ഒരു പ്രതിമാ സ്ഥാപനം തിരുവനന്തപുരത്ത് നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷയായി. യുവധാര തോട്ടംകടവ് DYFB അണക്കെട്ട് യൂണിറ്റ് എന്നിവർക്കു വേണ്ടി ജില്ലാ സെക്രട്ടറി P ജയരാജനും TV രാജേഷ് MLAയും ഉണ്ണിക്കാനായിയെ പൊന്നാട അണിയിച്ചു. AKGയുടെ മകളും P കരുണാകരൻ MPയുടെ ഭാര്യയുമായ ലൈല കരുണാകരൻ, തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് മരാമത്ത് കമ്മിറ്റി ചെയർമാൻ VS പത്മകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി KA ഉണ്ണി, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, GD നായർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് P കരുണാകരൻ MP നിർവഹിച്ചു. സ്വർണ്ണത്തേരിന്റെ മാതൃകയിലൊരുക്കിയ തുറന്ന വാഹനത്തിലാണ് ശില്പം ഘോഷയാത്രയായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം സെപ്റ്റംബർ 9 തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദൻ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ISO അംഗീകാര പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രതീക്ഷ ബഡ് സ്കൂൾ കെട്ടിട ശിലാസ്ഥാപനവും രാമന്തളിയിൽ നടന്നു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ISO അംഗീകാര സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ശിലയിടലും P കരുണാകരൻ MP നിർവഹിച്ചു. ISO സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകളും ഈ പരിശോധനയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് എന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാഗി പോലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ മാർക്കറ്റിൽ നിന്ന് നിരോധിക്കേണ്ടി വന്നതും കോടതിയിൽ അവർക്ക് പോകേണ്ടി വരികയും ചെയ്തു. ചടങ്ങിൽ ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. സർട്ടിഫിക്കറ്റ് കൈമാറ്റം MLA നിർവഹിച്ചു. ക്വാളിറ്റി ലീഡ് ഓഡിറ്റർ VV രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ, രാമന്തളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ, P ശ്യാമള, MM കുഞ്ഞപ്പൻ, KKC അസൈനാർ, KC അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു. ചേനോത്തുപാറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം നിരവധി പേർ സംബന്ധിച്ചു. KSUവിന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് CV രഹ്നേജ് ഉദ്ഘാടനം ചെയ്തു. KSUവിന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെയാണ് SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CV രഹ്നേജ് ഉദ്ഘാടനം ചെയ്തു. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളോ SFIയുടെ യൂണിയൻ ഭാരവാഹികളോ ആയിട്ടുള്ള ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ അവരെ ഒന്നും പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പോലും അവിടുത്തെ പോലീസുകാർ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് SFIക്കാർ അക്രമകാരികളാകുന്നത്? SFI ഭരിക്കുന്ന യൂണിയനാണ് എന്നുള്ളത് കൊണ്ട് SFIയുടെ ആളുകളാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാൻ പാടില്ല. കോളേജ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീരാഗ് രമേശൻ അധ്യക്ഷനായ ചടങ്ങിൽ K മനോരാജ്, ബിബിൻ V, ജിതിൻ MV എന്നിവർ സംസാരിച്ചു. കോളേജ് യൂണിറ്റ് സെക്രട്ടറി നിതിൻ TV സ്വാഗതം ആശംസിച്ചു. രാമന്തളി സെൻട്രലിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്തായുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റിലും ആവശ്യമായ സുരക്ഷാവേലി നിർമ്മിക്കാത്തത് അപായഭീഷണി ഉയർത്തുന്നു. എത്രയും പെട്ടെന്ന് സുരക്ഷാവേലി സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാമന്തളി പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന് ചേർന്നുള്ള ട്രാൻസ്ഫോമറിന് ആവശ്യത്തിന് സുരക്ഷാവേലി നിർമ്മിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ഒരു ഭാഗത്ത് കമ്പിവല നിർമ്മിച്ചുവെങ്കിലും ഓഡിറ്റോറിയം ഉള്ള ഭാഗത്ത് ഒരു കമ്പി മാത്രം കെട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ താഴ്ന്നു സ്ഥാപിച്ച ഫ്യൂസുകൾ കുട്ടികൾക്ക് വരെ കയ്യെത്തും ദൂരത്താണുള്ളത്. ഇത് വൻ ദുരന്തത്തിന് സാധ്യതയേറുകയാണ്. നിരവധി പരിപാടികൾ നടക്കാൻ സാധ്യതയുള്ള ഓഡിറ്റോറിയത്തിൽ ഇത്തരമൊരു അപകട ഭീഷണി കണ്ടില്ലെന്ന് നടിക്കരുതെന്ന അധികൃതരോട് സൂചിപ്പിക്കുകയാണ് ഈ വാർത്ത. DYFB കാര നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങൾ കൊണ്ടാടുക എന്നുള്ളത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഓണം ആഘോഷിക്കുക എന്നുള്ളത്. DYFB കാര നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാര തലിച്ചാലം പാലത്തിന് സമീപം സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വിപ്ലവ മുദ്രാവാക്യം നാം അറിയാതെ ഉരുവിടുകയാണ്.
ദൂരവ്യാപകമായി ഈ നാടിനകത്ത് കടന്നു വരുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രതീക്ഷിക്കുന്ന CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M സഞ്ജീവൻ അധ്യക്ഷനായി. വിപിൻ M സ്വാഗതം പറഞ്ഞു. K സതീശൻ, NV പ്രേംകുമാർ, സുമാട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. അരിയിൽ ഗ്രാമീണ കലാവേദി അവതരിപ്പിച്ച കനലാട്ടം നൃത്ത സംഗീത ശില്പവും അരങ്ങേറി. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ രാമന്തളി വടക്കുംപാട് ശാഖയുടെ നവീകരിച്ച കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നവജ്യോതി നമ്പ്യാത്രക്കോവൽ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ബാലകലോത്സവവും നമ്പ്യാത്രക്കോവൽ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. പരിപാടി CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നവജ്യോതി നമ്പ്യാത്രക്കോവൽ കൾച്ചറൽ സെന്ററിന്റെ ഓണാഘോഷവും ബാലകലോത്സവവും നമ്പ്യാത്രക്കോവൽ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം അവസാനിച്ചത് വീട്ടിന്റെ മേലെ കയറി ടെറസിന്റെ മേലെ കയറി തുള്ളാൻ ചെറുപ്പക്കാർ റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് ശേഷം അടുത്തയാഴ്ച അടുത്ത ദിവസം എന്ന് TV കാണുന്നു. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് കറണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ വരുന്ന പാൽക്കാരനോടാണ് ചോദിക്കുന്നത്, നീ കണ്ടിനോ, ഓള് തുള്ളിനോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷയുടെ നൂലിഴകളിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുക, എല്ലാവരെയും ഒന്ന് കാണുക, എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കുക. ക്ലബ്ബ് പരിസരത്തെ 70 വയസ്സ് തികഞ്ഞവരെ TI മധുസൂദനൻ ആദരിച്ചു. SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. V നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK രമേശൻ സ്വാഗതം ആശംസിച്ചു. C രാഘവൻ, P അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. DVP പാപ്പാരട്ട നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം 2015 സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഓണത്തല്ല് മത്സരവും നടന്നു. DYP പാപ്പാരട്ട നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം 2015 പാപ്പാരട്ട ഖാദി സെന്ററിന് സമീപം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഓണത്തല്ല് മത്സരവും നടന്നു. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി K രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. RK സന്തോഷ് അധ്യക്ഷനായി. റിജേഷ് മടിക്കൈ മുഖ്യാതിഥിയായിരുന്നു. M രാമകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. N അബ്ദുൽ സമീർ, PP സിദിൻ, KK പ്രേംരാജൻ, M ശരത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് 55ഓളം വനിതകൾ അണിനിരുന്ന മെഗാ തിരുവാതിര അരങ്ങേറി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. യോഗക്ഷേമ സഭ അറത്തിൽ ഉപസഭയുടെ ഓണോത്സവം 2015 വാമന ജയന്തി ആഘോഷം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നു. വൈവിധ്യമാർന്ന കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ഉദ്ഘാടനവും കവിസമാദരണവും പയ്യന്നൂർ KK ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. CMB നേതാവ് CA അജീർ ചടങ്ങിൽ പങ്കെടുത്തു. കാരക്കാട് കേശവൻ നമ്പൂതിരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും നടന്നു. പരിപാടിയുടെ സമാപന സമ്മേളനം യോഗക്ഷേമ സഭ ജില്ലാ സെക്രട്ടറി MB രാധാകൃഷ്ണൻ നിർവഹിച്ചു. ബദിരമന വിഷ്ണു നമ്പൂതിരി സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മംഗലം വാസുദേവൻ നമ്പൂതിരി, MS വിഷ്ണു നമ്പൂതിരി, KS നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുകുന്ന പള്ളിക്കര ആദിദ്രാവിഡ സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ. ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 1925 ഫെബ്രുവരി 28 മദ്രാസ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ ആരംഭിച്ച സ്കൂൾ പ്രദേശത്തെ നിരവധി പേർക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി. 1942 മാർച്ച് 8 ഇറ്റാലിയൻ മിഷണറിയായ ഫാദർ പീറ്റർ കൈറോണി ഈ വിദ്യാലയത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂളിലെ കുട്ടികൾ മികച്ച നിലവാരം പുലർത്തി വരുന്നു. നവതി ആഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസ പ്രദർശനം തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. ചെറുകുന്നിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ സിസിലി, ഫ്രാൻസിസ് അലക്സ്,
ജെറി മാർക്കോസ്, എം റോജസ് എന്നിവർ സംബന്ധിച്ചു. മാറ്റലി സിനിമ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. സിനിമകൾ, പ്രത്യേകിച്ചും സിനിമക്കകത്ത് നായകൻ യുവനടൻ എന്ത് വേഷം ധരിക്കുന്നുവോ, അവൻ എന്ത് സംസാരിക്കുന്നുവോ, അതാണ് നമ്മൾ ഇന്ന് അനുകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. പ്രേമം പോലെയുള്ള സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നിവിൻ പോളി എന്ന് പറയുന്ന നടനിത കറുത്ത ഡ്രസ്സ് ധരിക്കുമ്പോൾ, കറുത്ത കുപ്പായവും വെള്ള വസ്ത്രവും ധരിക്കുമ്പോൾ അത് അനുകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്തേക്ക് പോയിട്ട് പേക്കൂത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് പല വിദ്യാർത്ഥികളും തയ്യാറാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ നോക്കേണ്ടത് ലാൽ ജോസ് പോലെയുള്ള സംവിധായകന്മാർ ക്ലാസ്മേറ്റ് പോലെയുള്ള സിനിമകൾക്കകത്ത് ക്യാമ്പസിനെ ചിത്രീകരിക്കുമ്പോൾ ആ ക്യാമ്പസിനകത്തെ രാഷ്ട്രീയവും പ്രണയവും സൗഹൃദവും എഴുതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്ന സിനിമക്കകത്തേക്ക്, ക്ലാസ് റൂമിലേക്കകത്തേക്ക് മദ്യപിച്ചിട്ടാണ് വിദ്യാർത്ഥി കടന്നു ചെല്ലേണ്ടത് എന്നും സ്വന്തം ടീച്ചറെ, ഗുരുവിനെ പ്രണയിക്കണമെന്നും പഠിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്ത് പല സിനിമകളും തയ്യാറാവുന്നത്. ഇതിൻ്റെ പേരിൽ CET കോളേജിനകത്തടക്കം വിവിധ ക്യാമ്പസുകൾക്ക് ഓണാഘോഷം എന്ന് പറയുന്നത് സിനിമകൾക്കകത്ത് എങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നത്, സിനിമകൾക്കകത്തുള്ള ക്യാമ്പസുകൾ എങ്ങനെയാണോ ഓണത്തെ നോക്കിക്കാണുന്നത്, ആ രീതിയിൽ ടിപ്പറും JCB ലോറിയും ഒക്കെ കൊണ്ടുവന്ന് വന്നിട്ട് സിനിമാ സ്റ്റൈലിൽ, ആ വാക്ക് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, സിനിമാ സ്റ്റൈലിൽ സിനിമകളെ മാതൃകകളാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്തടക്കം വലിയ രീതിയിലുള്ള അരാജകത്വ പ്രവണതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഒരു ക്യാമ്പസിനെ ചിത്രീകരിക്കുമ്പോൾ ആ ക്യാമ്പസിനകത്തുള്ള സൗഹൃദം കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രണയം കാണിക്കാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടിയിട്ട് സംവിധായകൻ തയ്യാറാവുന്നില്ല. ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മോശം രീതിയിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഈ വിദ്യാലയങ്ങളിൽ നടക്കുന്ന അനീതികൾ കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വഴിമാറിപ്പോകുന്ന ഒരവസ്ഥ. കാരണം വെച്ചാൽ മുമ്പൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തെ ഒന്നും കൂടി കൂട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് മറിച്ച് നേരെ യുവാക്കന്മാരെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സിനിമയും ഈ പത്രചാനലുകളും മറ്റും മറിച്ചൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിദ്യാലയങ്ങളൊക്കെ കഞ്ചാവും അതുപോലെ ലഹരി പദാർത്ഥങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് രക്ഷകർത്താക്കന്മാരെയോ അതുപോലെ അധ്യാപകന്മാരെയോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ ഹിന്ദി ആയാലും കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മുടെ നാട് നേരിടുന്ന, ജനങ്ങൾ നേരിടുന്ന വിഷയമല്ല. മിക്കവാറും എല്ലാ 90% സിനിമകളുടെ മുഖ്യമായിട്ടുള്ള പ്രമേയം ഒരു പ്രേമം, അല്ലെങ്കിൽ ഒരു പെണ്ണ്, ഒരു സ്ത്രീയെ എങ്ങനെ വശത്താക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കലാപരിപാടിയായിട്ട് മലയാള സിനിമ അതപ്പതിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമ തന്നെ, ഇപ്പോൾ പേര് തന്നെ പ്രേമം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കലാലയങ്ങളിൽ ഒരു വിഷയം ഉണ്ടാക്കുന്നു. യൂണിഫോം കറുപ്പും മറ്റേ മുടിയായി മാറുന്നു. അത് മാത്രമല്ല, ഇപ്പം കോളേജിലും സ്കൂളിലൊന്നും ലേഡി ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെ നോക്കിയിട്ട് ഇപ്പോൾ അതിൽ സിനിമ ഡയലോഗ് ചെയ്തിട്ട് കാണിക്കലും ആക്കലായിട്ട് അവൻ്റെ അന്തരീക്ഷമാകെ കെട്ടിമറിയുന്ന, അച്ചടക്കമില്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് സിനിമ മാറ്റിക്കൊണ്ടിരിക്കുന്നു. സിനിമ നല്ലത് തന്നെയാണ്. സിനിമ കാണാൻകാരുടെ നേരം പോക്കാണ്. അത്യാവശ്യം എല്ലാവർക്കും കാണാനും കുടുംബം അതായത് ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ സിനിമ കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ അനുകരിച്ചിട്ട്, ചെറിയ കുട്ടികളെ അനുകരിച്ചിട്ട് അതുപോലെ വഴിതെറ്റി പോകുന്നുണ്ട്. വഴിതെറ്റി പോകുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സ്വഭാവം കുട്ടികളായാലും പെൺകുട്ടികളായാലും അത് എല്ലാം ചെറുതും വലുതായി എല്ലാ കുട്ടികൾക്കും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ സിനിമകളെല്ലാം. പഴയ പോലുള്ള സിനിമകളല്ല, നമ്മൾ പഴയ കാലത്തുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ ആർക്കും ദോഷം ചെയ്യുന്നില്ല. ദോഷം സാധാരണ കുടുംബത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സിനിമകളെന്ന് പറഞ്ഞാൽ തന്നെ പകുതി സെക്സ് ആയിട്ടുള്ള സിനിമ, അതായത് അർദ്ധനഗ്ന സിനിമകൾ തന്നെയാണ് പൊതുവെ. മാത്രമല്ല അതിനകത്തുള്ള കമൻസും കാര്യങ്ങളെല്ലാം കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്തിറങ്ങിയ പടം, അതുപോലെ പ്രേമം, അങ്ങനെയുള്ള മറ്റേ പടങ്ങളെല്ലാം സിനിമകളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് കുട്ടികളെ, അതായത് ഇത് കണ്ടിട്ട് തന്നെ കുട്ടികൾ വഴിതെറ്റി പോവാണ്. നമ്മുടെ സമുദായത്തിൽ നന്നായിട്ട് വളരേണ്ട കുട്ടികളെല്ലാം മോശമായ രീതിയിലേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി പോലെയാണ് ഇപ്പോഴത്തെ സിനിമകളെല്ലാം വരുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. പുതിയ സിനിമകൾ നമ്മളെ പുതിയ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിൽ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പഴയ സിനിമകൾ നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ നല്ല രീതിയിലുള്ള മാതൃകകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നുള്ള പുതിയ ചില സിനിമകൾ നമ്മളെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള മദ്യത്തിൻ്റെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ആസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാലഘട്ടത്തിൽ സിനിമയൊക്കെ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു 1960-70കളിൽ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കാലികമായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട്
ആ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഏത് നിലക്ക് പരിഹരിച്ച് പോകാമെന്ന നിലയിലേക്ക് സിനിമകൾ എടുത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറിക്കൊണ്ട് ഈ ന്യൂജൻ സിനിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2000-ന് ഇപ്പുറത്തേക്ക് സിനിമകൾ ചിത്രീകരിക്കപ്പെടുമ്പം ഇവിടെ ആ കാലഘട്ടത്തിൽ ഉയർത്തിപ്പോകുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സിനിമകളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന തലത്തിലേക്ക് സിനിമകളെ മാറ്റം വരുത്തുമ്പോൾ ഇതിൽ ഈ ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾ ഇതിനെ ഏത് രീതിക്കാണ് കണ്ടുപോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പഴയ കാലത്തുള്ള സിനിമകളെ അപേക്ഷിച്ച് പുതിയ കാലത്തുള്ള സിനിമകളിൽ ഒരുപാട് വാക്കുകൾ അതുപോലെ പ്രവൃത്തികൾ, ഇപ്പം ബ്രോ, അതുപോലെ ചങ്ക്, കരളെ, മുത്ത, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ന്യൂ ജനറേഷനിലുള്ള വിദ്യാർത്ഥികൾ അതിനെ ഏത് നിലക്കാണ് കാണുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അറിയിപ്പുകൾ. കുന്നരു താത്രേടൻ തറവാട് ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവൃത്തിയോടനുബന്ധിച്ചുള്ള കെട്ടുകയറ്റൽ കർമ്മം സെപ്റ്റംബർ 9 ബുധനാഴ്ച രാവിലെ 8:30-നും 9 മണിക്കും ഇടയിൽ നടക്കും. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീൽചെയർ നൽകുന്നു. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കാത്ത അപേക്ഷകർ സെപ്റ്റംബർ 10-ന് മുൻപായി താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9447802998 9447973033. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രാദേശിക പത്രപ്രവർത്തനം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. ഗാന്ധി പാർക്കിൽ കെ രാഘവ പൊതുവാൾ സ്മാരക സംസ്ഥാനതല പത്രപ്രവർത്തക അവാർഡ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൈച്ച ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. അപകടം തുടർക്കഥയായിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് രോഷാകുലരായ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. പഴയങ്ങാടി പുല്ലാഞ്ഞിടിയിൽ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ വീട് തകർന്നു. പി വി സുകുമാരന്റെ വീടാണ് അടുത്ത വീടിന്റെ മതിലിടിഞ്ഞു വീണ തകർന്നത്. കോത്തായിമുക്ക് ചെറുപുഴ റോഡ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു. ബിജെപിയുടെ വിവിധ കമ്മിറ്റികളും നേതാക്കളും നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതെന്ന് ഇ.പി. ജയരാജൻ എം.എൽ.എ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.